أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ ചെറിയ ഒരു വിശദീകരണത്തോടു കൂടിയുള്ള പഠനമാണ് നാം ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. വോയിസ് ഓഫ് ഹസനിയ യൂട്യൂബ് ചാനലിലൂടെ ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹയുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൽമു പഠിക്കുന്നതിൻ്റെ ഇതുപോലെയുള്ള ക്ലാസുകൾ നാം ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒന്ന് പറയൽ നല്ലതാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള ചർച്ച നമ്മൾ ലക്ഷ്യമാക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരിലെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു ആർക്കെങ്കിലും നന്മയെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു അവനെ ദീനിൽ പാണ്ഡിത്യമുള്ളവനാക്കും, അറിവുള്ളവനാക്കും എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ചില വിഷയങ്ങൾ അവർക്ക് പഠിക്കാനുള്ള, അറിയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും എന്നത് തന്നെയാണ്. നാം ഈ ക്ലാസ് ശ്രവിക്കുന്നതിലൂടെ നമുക്ക് ശ്രവിക്കാനുള്ള മനസ്സുണ്ടാകുന്നതിലൂടെ, നാം ഇതിനെ എല്ലാ ആഴ്ചകളിലും പ്രതീക്ഷിച്ചിരിക്കുന്നതിലൂടെ, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ അള്ളാഹു നമ്മിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ആകെ ചുരുക്കം. മാത്രമല്ല പ്രതിസന്ധികൾ നിറഞ്ഞ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയപരമായും ഭൗതികമായി എല്ലാ മേഖലകളിലും നാം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാമാരികളായിട്ടും
ഭരണകൂട ഭീകരതകളായിട്ടും അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ഇൽമു പഠിക്കാൻ സന്നദ്ധരാവുക എന്നുള്ളത് അള്ളാഹു നമ്മിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ള വലിയ അദാബുകൾ നമ്മിൽ നിന്ന് ഉയർന്നു പോകാൻ കാരണമായേക്കാം. ഒരു ഹദീസിൽ കാണാം, ഒരു ഹദീസിന്റെ ആശയത്തിൽ കാണാം, ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് ഇറക്കാൻ തീരുമാനിച്ചു, ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചു. ഹത്മൻ മഖ്ദിയ എന്ന പറഞ്ഞു, അല്ലാഹു നിശ്ചയിച്ചുറപ്പിച്ചു. അങ്ങനെ അദാബ് ഇറക്കാൻ തീരുമാനിച്ച സമൂഹത്തിൽ നിന്നുള്ള ഒരു കുട്ടി വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ഭാഗം പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്തു എന്ന കാരണം കൊണ്ട് ആ സമൂഹത്തിലേക്ക് അല്ലാഹു ഇറക്കാൻ തീരുമാനിച്ചിരുന്ന അദാബിനെ ഉയർത്തിക്കളഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ നാം ഇത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങളിൽ നാം മുഴുകുമ്പോൾ, ഇത്തരത്തിലുള്ള ദീനീ പഠന വേദികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ അള്ളാഹു നമ്മിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വലിയ അദാബുകൾ തട്ടി നീങ്ങാൻ ഇത് കാരണമായേക്കാം. അള്ളാഹു അത്തരത്തിലൊരു സംരംഭമായി നമ്മുടെ ഈ സംരംഭത്തെ സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, നമുക്കൊക്കെ അറിയുന്ന കേട്ടു പരിചിതമായ ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ, ഇൽമു പഠിക്കുന്ന പാതയിൽ ഒരാൾ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നമ്മള് ഈ ഒരു വഴിയിൽ ഇൽമു പഠിക്കുന്ന മാർഗത്തിൽ എന്തുമാകട്ടെ, സൂറത്തുൽ ഫാത്തിഹ ഇൽമു പഠിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു വഴിയിൽ നാം എല്ലാ ആഴ്ചകളിലും ഇൽമു പ്രതീക്ഷിച്ചുകൊണ്ട്, വെള്ളിയാഴ്ചയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് വരുന്നത് പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മൾ ഇൽമിന്റെ വഴിയിലാണ്, ഇൽമു തേടുന്ന വഴിയിലാണ്. ആ വഴിയിലായിട്ടെങ്ങാനും നമ്മൾ മരണപ്പെട്ടാൽ അല്ലാഹു നമുക്ക് സ്വർഗം തരും. കാരണം അല്ലാഹു സ്വർഗത്തിലേക്കുള്ള കവാടം അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ, വഴികൾ നമുക്ക് എളുപ്പമാക്കി തരും എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാലോ, മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന മറ്റൊരു ഹദീസ്. അപ്പോൾ നാം ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ നാം ഈ കേൾക്കുന്ന ഓരോ നിമിഷങ്ങളും 15 മിനിറ്റ് അത് സ്വർഗത്തിന്റെ ഉദ്യാനത്തിലാണ്, സ്വർഗീയ ഉദ്യാനത്തിലാണ് നാം ഇരിക്കുന്നത്. മാത്രമല്ല ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലിരിക്കുന്ന ഒരാളെ കുറിച്ച് ജീവിതങ്ങളോട് വന്ന് വാർത്ത അറിയിക്കപ്പെട്ടു, ഇയാൾ ഇന്ന സമയത്ത് മരണപ്പെടും, ഇയാൾക്ക് ഇത്ര ആയുസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അയാളോട് ആ വിഷയം ധരിപ്പിച്ചപ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബെ, ഞാൻ എന്ത് അമലാ ചെയ്യേണ്ടത്? ഞാൻ മരണപ്പെടാൻ പോവാണല്ലോ, ഞാൻ എന്തൊരു അമലിലായിക്കൊണ്ടാണ് ഞാൻ മരണപ്പെടേണ്ടത്? മരണപ്പെടുന്ന അവസ്ഥയിൽ ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ സക്കാത്ത് കൊടുക്കാനോ ഒന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, നീ ഇൽമു പഠിക്കുന്നതിൽ വ്യാപൃതനാവുക, ഇൽമു പഠിക്കുന്നതായ അവസ്ഥയിൽ നീ മരണപ്പെടുക എന്നതാണ്. അപ്പോൾ ഇൽമു പഠിക്കാൻ പ്രായമൊന്നുമില്ല, എല്ലാ പ്രായത്തിലും നമുക്ക് ഇൽമു പഠിക്കാൻ നമുക്ക് നിരവധി വഴികളുണ്ട്. മദ്രസയിൽ തന്നെ പോയി പഠിക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല, ഇനി പ്രായമായ ആളുകൾക്കൊന്നും അതിനൊന്നുമുള്ള സാഹചര്യങ്ങൾ ഇല്ല.
എന്നാൽ ഇത്തരത്തിലുള്ള നൂതന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ ഇൽമു പഠിക്കുന്ന വഴിയിൽ തുടരാൻ നമുക്ക് അവസരങ്ങൾ. അങ്ങനെ ഒരാൾ ഇൽമു പഠിക്കുന്ന അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ എന്താ അവനക്ക് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ ജാഅഹുൽ മൗതു വഹുവ യത്ലുബുൽ ഇൽമ ലിയുഹിയ ബിഹി അൽ ഇസ്ലാം ഫബൈനഹു വബൈനൽ അംബിയാഇ ഫിൽ ജന്നതി ദറജത്തുൻ വാഹിദ. ഒരാൾ ഇൽമു പഠിക്കുന്ന വഴിയിൽ മരണപ്പെട്ടാൽ, ഇൽമു പഠിക്കുന്ന മാർഗത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൽമു പഠിക്കൽ കൊണ്ട് അവന്റെ ലക്ഷ്യം അവന്റെ ഇസ്ലാം നന്നാക്കുക എന്നുള്ളതാണ്, അവന്റെ ദീന് ചൊവ്വാക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ ദീനിനെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള നെയ്യത്തോടുകൂടി മരണപ്പെട്ടു പോയ മനുഷ്യൻ, ഇൽമു പഠിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു പോയ മനുഷ്യൻ, അവനുക്കും അമ്പിയാക്കൾക്കും ഇടയിൽ സ്വർഗത്തിൽ ഒരു പദവിയുടെ വ്യത്യാസമേ ഉള്ളൂ. അമ്പിയാക്കൾ ഏതൊരു പദവിയിലാണോ അതിന്റെ തൊട്ട് താഴെയുള്ള പദവിയിലായിരിക്കും അത്തരക്കാരായ ആളുകൾ ഉണ്ടാവുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൽമു പഠിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യകരമായ പ്രവർത്തനമാണ്. മറ്റൊരു കർമ്മങ്ങൾക്കും ഇല്ലാത്ത വളരെ പുണ്യകരമായ, വളരെ ശ്രേഷ്ഠമായ, പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് ഇൽമു പഠിക്കുക. അപ്പോൾ നമ്മൾ ഇൽമു പഠിക്കൽ എല്ലാ സമയത്തും, നമ്മൾ മരിക്കുന്ന അവസ്ഥയിൽ വരെ നമ്മൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മുഖേന നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമായി. അപ്പോൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കണം. ആഴ്ചയിൽ നാം ഇൽമു പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇൽമു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടാൽ, നമ്മൾ ഈ ക്ലാസ്സിന് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരാഴ്ച കേട്ടു അടുത്ത ആഴ്ചക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഇൽമു പഠിക്കുന്നവരായ അവസ്ഥയിലാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ പറഞ്ഞ പദവികളും ദറജകളും നമുക്ക് കിട്ടാൻ കാരണമാവും. അപ്പോൾ ഇൽമു പഠിക്കൽ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമു ഏതാണ്? അത് വിശുദ്ധ ഖുർആനിന്റെ പഠനമാണ്. നബി തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമരാരാണ്, ഖൈറുള്ളവരാരാണ്, നന്മയുള്ളവരാരാണ്? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുകയാണ്. വിശുദ്ധ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ പ്രധാനമായ ഭാഗമാണ്. ആ ഫാത്തിഹ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും നിർബന്ധമായും ഒരു വിശ്വാസി 17 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയിരിക്കേണ്ട, പാരായണം ചെയ്തിരിക്കേണ്ട വിശുദ്ധ ഖുർആനിന്റെ ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ഒരു അർത്ഥമെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ നിലയിലുള്ള വ്യാഖ്യാനമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കേവലം വാക്കർത്ഥം പറഞ്ഞു പോകലല്ല ഇതുകൊണ്ടല്ല, ചെറിയ ഒരു വ്യാഖ്യാനവും ഇതിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാവുക. എല്ലാവരും എല്ലാ ആഴ്ചകളിലുമുള്ള ക്ലാസുകൾ കൃത്യമായി കേൾക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ആഴ്ചകളിലുമുള്ള ക്ലാസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് മുതൽക്കൂട്ടാകുന്ന ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്രദമായ ഒരു പരിശ്രമമാക്കി നമ്മുടെ ഈ പരിശ്രമത്തെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.